പിന്നെ ആരാധകർ ഉറ്റുനോക്കിയൊരു കാര്യം, രോഹിത് ശർമ്മ എന്നൊരു നായകൻ മുംബൈ ഫ്രാഞ്ചൈസിയെ നയിക്കാൻ ഇത്തവണ ഇല്ല എന്നുള്ളതും ആരാധകർ ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. വേൾഡ് കപ്പിൽ ഉൾപ്പെടെ ബുംറ നടത്തിയ മികച്ച പ്രകടനങ്ങളെ നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ മത്സരത്തെ നിഖിൽ മുംബൈയുടെ സാധ്യതകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്ത്യക്ക് ഒരു കാലത്ത് ഇന്ത്യയുടെ വിശ്വസിക്കാവുന്ന ഒരു സ്പിന്നറായിരുന്ന പീയൂഷ് ചൗള, അതായത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പീയൂഷ് ചൗള മുംബൈ നിരയിലുണ്ട്. സൺഡേ ആണ്, സൺഡേ ഫണ്ടേ ആയിരിക്കും ഇന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായും ഒരു വെടിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിച്ച അവസാനം ഗുജറാത്ത് പോരാട്ടത്തിൽ മുംബൈ ജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമസ്കാരം, IPL ആവേശത്തിലേക്ക് സ്വാഗതം. ഞാൻ ആതിര അജിത് കുമാർ. എൻ്റെ കൂടെയുള്ളത് സ്പോർട്സ് ഹെഡ് നിഖിൽ കുമാറാണ്. ഇന്ന് IPL സൂപ്പർ സൺഡേ ആണ്. 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ മലയാളി താരം സഞ്ജുവിന് കീഴിലിറങ്ങുന്ന രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. രണ്ടാമത്തെ മത്സരമാണ് ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മത്സരം. മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. അപ്പോൾ ഇന്നത്തെ മുംബൈ ഗുജറാത്ത് മത്സരത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോവാം. എന്നെങ്കിൽ ഇന്നത്തെ ഈ സൂപ്പർ പോരാട്ടത്തെ എങ്ങനെ നോക്കിക്കാണും? ഇന്നൊരു മികച്ച മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനാവും. മുംബൈയും ഗുജറാത്തും തമ്മിലുള്ളൊരു പോരാട്ടം എന്ന് പറയുമ്പോൾ ആരാധകരൊക്കെ വളരെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. അതിന് കുറേയധികം കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ 2 സീസണിലും ഫൈനലിലെത്തിയ ടീമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത്. ആ 2 സീസണിൽ അവരെ ഫൈനലിൽ എത്തിച്ച നായകൻ ഇത്തവണ മുംബൈയുടെ തട്ടകത്തിലാണ്, മുംബൈയുടെ നീല ജേഴ്സിയിലാണ് ഇറങ്ങുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ആരാധകർ ഉറ്റുനോക്കിയൊരു കാര്യം, രോഹിത് ശർമ്മ എന്നൊരു നായകൻ മുംബൈ ഫ്രാഞ്ചൈസിയെ നയിക്കാൻ ഇത്തവണ ഇല്ല എന്നുള്ളതും ആരാധകർ ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറേയധികം എലമെൻറ്റുകൾ ആളുകൾ ഉറ്റുനോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ മുംബൈയെ സംബന്ധിച്ച് മുംബൈ ആരാധകരൊക്കെ മുംബൈക്കൊരു ഒരു ജയത്തോടെ തുടങ്ങുക എന്ന ആളുകളൊക്കെ കാത്തിരിക്കുന്ന കാര്യമാണ്, മുംബൈ ഒരു ജയത്തോടെ തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ മത്സരത്തെ ഒത്തിരി കാരണങ്ങൾ കൊണ്ട് ആൾക്കാർ ഉറ്റുനോക്കുന്നുണ്ട്. അതാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രധാന ഹൈലൈറ്റ്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജസ്പ്രീത് ബുംറ ഒരു ഇടവേളയ്ക്ക് ശേഷം മുംബൈ ഇന്ത്യൻസിലേക്ക് തിരിച്ചു വരികയാണ്. വേൾഡ് കപ്പിൽ ഉൾപ്പെടെ ബുംറ നടത്തിയ മികച്ച പ്രകടനങ്ങളെ നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ മത്സരത്തെ നിഖിൽ മുംബൈയുടെ സാധ്യതകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മുംബൈയുടെ സാധ്യതകൾ എന്ന് പറയുമ്പോൾ നായകൻ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള, അദ്ദേഹം നായകനല്ലെങ്കിൽ പോലും ഇന്ത്യൻ നായകനാണ്, എന്നാലും മുംബൈയുടെ കാര്യം പറയുമ്പോൾ മുംബൈയുടെ നായകൻ എന്നേ നാക്കിൽ വരുള്ളൂ. പാണ്ഡ്യ പോലും പറയുന്നത് തനിക്ക് കൂടെ ഉണ്ടാവുമെന്നാണ്. പക്ഷെ എന്നാലും നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ഇന്ത്യൻ നായകനായതുകൊണ്ട് തന്നെ, അതുപോലെ വർഷങ്ങളായി മുംബൈ ഇന്ത്യൻസ് നയിച്ച രോഹിത് ശർമ്മ എന്ന പേര് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നായകൻ എന്നുള്ള ആ ഒരു ഇത് കൂടെ വരും, വികാരം കൂടെ വരും. പക്ഷേ എന്നിരുന്നാലും ഇത്തവണ അദ്ദേഹം മുംബൈയുടെ നായകനല്ല. അപ്പോൾ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു ബാറ്റിംഗ് നിര മുംബൈക്കുണ്ട്. അത് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നൊരു ബാറ്റിംഗ് നിര തന്നെയാണ്. കാരണം ഏത് നേരത്തും വെടിക്കെട്ട് തീർക്കാൻ കഴിയുന്ന ഒരു താരമാണ്. നമ്മളൊക്കെ കണ്ടതാണ്, നമ്മളൊക്കെ ഹിറ്റ്മാൻ എന്ന പേരിട്ട് വിളിക്കുന്ന രോഹിത് ശർമ്മ എപ്പോൾ വലിയ കൂറ്റനടികളിലൂടെ എപ്പോൾ ടീമിന് അനുകൂലമായി മത്സരം മാറ്റും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ആദ്യ 1-2 മത്സരങ്ങളിൽ പരാജയപ്പെട്ടാൽ അതിന് ശേഷം വരുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം തന്നെ രോഹിത് ശർമ്മയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകും ഏത് സമയത്തും. ഇത്തവണ ഒരു അഡീഷണൽ എലമെൻ്റ് ഉള്ളത്, അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി പ്രഷർ ഇല്ല. സാധാരണഗതിയിൽ തന്നെ ക്യാപ്റ്റൻസി പ്രഷർ തീരെ ഇല്ലാതെ കളിക്കുന്ന ഒരു താരമാണ് രോഹിത് ശർമ്മ. എന്നാൽ ഇത്തവണ അഡീഷണലായി അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി പ്രഷർ പോലും ഇല്ലാതെയാണ് അദ്ദേഹം ഇറങ്ങുന്നത്. അതായത് നമ്മളൊരു താരത്തെ കയറൂരി വിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു ഇതും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് രോഹിത് ശർമ്മ ഈ സീസണിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ വളരെ അപകടകാരിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ അദ്ദേഹത്തിന് കൂടെ ഓപ്പണിങ്ങിൽ ഇറങ്ങാൻ സാധ്യതയുള്ള താരം ഇഷാൻ കിഷനാണ്. മോഹവില കൊടുത്ത് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയ താരമാണ് ഇഷാൻ കിഷൻ എന്ന് പറയുന്നത്. ഇഷാൻ കിഷനും എന്തായാലും പ്ലേയിങ് ലെവലിൽ ഉണ്ടാവും. അതും രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. പിന്നീട് ബാറ്റിംഗ് ഓർഡറിലേക്ക് വന്നാൽ തിലക് വർമ്മ, കഴിഞ്ഞ സീസണിൽ മുംബൈക്ക് വേണ്ടി വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ച യുവതാരമാണ് തിലക് വർമ്മ. ആ പ്രകടനത്തിലൂടെ മാത്രം ഇന്ത്യൻ ടീമിൻ്റെ പ്ലേയിങ് ലെവലിൽ ഇടം നേടിയ താരമാണ് രോഹിത് ശർമ്മയല്ല തിലക് വർമ്മ. അപ്പോൾ അതും ഒരു മുംബൈക്ക് അനുകൂലമായ സാഹചര്യമാണ്. പിന്നീട് മുംബൈക്ക് ഒരു നിരാശ, ബാറ്റിംഗ് ഓർഡറിൽ നിരാശയുള്ളത് സൂര്യകുമാർ യാദവ് കുറച്ച് മത്സരങ്ങളിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അദ്ദേഹം കൂടി വരുന്ന സാഹചര്യത്തിൽ വന്നാൽ മുംബൈ ബാറ്റിംഗ് നോക്കണ്ട, വളരെ സെറ്റ് ബാറ്റിംഗ് നിരയാണ് മുംബൈയുടേത്. പിന്നെ ടിം ഡേവിഡിനെ പോലെയുള്ള താരങ്ങൾ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന ഗ്രീനിനെ മുംബൈ RCB കൊടുത്തു. കാരണം ഹർദിക് പാണ്ഡ്യ ടീമിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിരുന്നു. ഗ്രീനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി വലിയ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും മുംബൈ ഉണ്ടാക്കാൻ പോവുക. പിന്നെ ഓൾറൗണ്ടർ എന്നുള്ള രീതിയിൽ മുംബൈക്ക് കഴിഞ്ഞ 2 വർഷങ്ങളായി, കാരണം ഹർദിക്ക് പോയതിന് ശേഷം മുംബൈക്ക് കൃത്യമായൊരു മികച്ച ഒരു സെറ്റായ ഒരു ഓൾറൗണ്ടറെ മുംബൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കൃത്യമായി പാണ്ഡ്യയുടെ വരവോടുകൂടി അതും
മുംബൈക്ക് സെറ്റാണ്. പിന്നെ ഇതിനിടയിൽ ബാറ്റിങ്ങിൽ ഇറങ്ങാൻ സാധ്യതയുള്ള മറ്റൊരു താരം മലയാളി താരമായിട്ടുള്ള വിഷ്ണു വിനോദാണ്. വിഷ്ണു വിനോദ് കഴിഞ്ഞ സീസണിൽ മുംബൈക്ക് വേണ്ടി 2 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത്. ആ കളിച്ച 2 മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ ആഭ്യന്തര സീസണിലും മികച്ച പ്രകടനം തന്നെ വിഷ്ണു വിനോദ് കാണിച്ചിട്ടുണ്ട്, പുറത്തെടുത്തിട്ടുണ്ട്. അതുപോലെ റിലയൻസിന് വേണ്ടിയിട്ട് ഇറങ്ങിയ പല ടൂർണമെൻറ്റിലും റിലയൻസിൻ്റെ ടീമിന് വേണ്ടിയിട്ട് ഇറങ്ങിയ പല മത്സരങ്ങളിലും മികച്ച പ്രകടനം തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് വിഷ്ണു വിനോദിനും ഒരു പക്ഷേ പ്ലേയിങ് 11ലേക്ക് സ്ഥാനം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് സൂര്യകുമാർ യാദവിനെ പോലെ ഒരു താരം അഭാവം നികത്താൻ വിഷ്ണു വിനോദിന് ഒരു പരിധിവരെ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എനിക്ക് വിഷ്ണു വിനോദിനെ പേഴ്സണലി അറിയാവുന്നൊരു ആൾ കൂടിയാണ്. എൻ്റെ നാട്ടുകാരനാണ് വിഷ്ണു വിനോദ്. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിലൂടെ ടീമിലെത്തിയ ഒരു താരമാണ്. ഇപ്പോഴും ഒരു വിധപ്പെട്ട മലയാളികൾക്ക് വിഷ്ണു വിനോദിനെ കൃത്യമായി അറിയില്ല. കാരണം അദ്ദേഹത്തിന് ഒരു ഗോഡ് ഫാദർ ഇല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിലൂടെ അദ്ദേഹം തിരുവല്ല സ്വദേശിയാണ്. തിരുവല്ലയിലെ തിരുവല്ല ഗ്രൗണ്ടിൽ പോയി കളിച്ച് പല സ്റ്റേജുകൾ കടന്ന് ഈ നിലയിൽ എത്തിയ താരമാണ്. അത് വളരെ പൊട്ടൻഷ്യൽ ഉള്ളൊരു താരം കൂടിയാണ്. ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ എന്തായാലും വിഷ്ണു വിനോദും പ്ലേയിങ് 11 ഉൾപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് എടുത്തു പറയേണ്ടത് മുംബൈയുടെ ബൗളിംഗ് നിരയാണ്. ജസ്പ്രീത് ബുംറ നയിക്കുന്ന ആ ഒരു ശക്തമായ ബൗളിംഗ് നിര തന്നെയാണ് മുംബൈക്കുള്ളത്. ബുംറയുടെ കൂടെ ആരൊക്കെ ബൗൾ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. പറഞ്ഞതുപോലെ എന്തായാലും ഹാർദിക് പാണ്ഡ്യ മുംബൈയുടെ ഉള്ളതുകൊണ്ട് മുംബൈയിൽ നിരയിലുള്ളത് കൊണ്ട് തന്നെ ഒരു ബൗളിംഗ് ഓപ്ഷൻ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും, മറ്റൊന്ന് ജസ്പ്രീത് ബുംറ ആയിരിക്കും. പിന്നീട് എടുത്തു പറയേണ്ടത് മുംബൈക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പിന്നറുണ്ട്. ഇന്ത്യക്ക് ഒരു കാലത്ത് ഇന്ത്യയുടെ വിശ്വസിക്കാവുന്ന ഒരു സ്പിന്നറായിരുന്ന പീയൂഷ് ചൗള, അതായത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പീയൂഷ് ചൗള മുംബൈ നിരയിലുണ്ട്. അദ്ദേഹം കഴിഞ്ഞ സീസണിൽ മുംബൈയിലേക്ക് വന്നു. എന്നിരുന്നാലും അദ്ദേഹം സാമാന്യ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. കാരണം അദ്ദേഹം വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിൽ അദ്ദേഹം കുറച്ചും കൂടി പ്രിപ്പയർഡാണ്. അദ്ദേഹം മുംബൈയുടെ ടീമിലേക്ക് വരുന്നുണ്ട്. നെഹാൽ വധേര കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു താരമാണ് നെഹാൽ വധേര. അതോടൊപ്പം തന്നെ ആകാശ് മദ്വാൾ, കുമാർ കാർത്തികേയ സിംഗ്, ഇങ്ങനെ ഒരുപിടി യുവതാരങ്ങളും മുംബൈ നിരയിൽ അതായത് ബൗളിങ്ങിൽ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മുംബൈക്ക് 1-2 താരങ്ങൾ പരിക്ക് മൂലം ടീമിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അതായത് 1-2 താരങ്ങൾ ബൗളിങ്ങിലും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ മുംബൈയുടെ എടുത്തു പറഞ്ഞ ഒരു കാര്യം, ശ്രീലങ്കയുടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നുവാൻ തുഷാര മുംബൈയിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദിൽഷൻ മധുശങ്കയും മുംബൈയിലുണ്ട്. പക്ഷേ ഇവരുടെ അവൈലബിലിറ്റി എങ്ങനെയെന്നുള്ളത്, കാരണം ഇവർക്ക് ചില പരിക്കുകളുണ്ട്. അതുപോലെ ടീമിൽ നിന്ന് ഇതുവരെ പൂർണ്ണമായി റിലീസായി എത്തിയില്ല എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവരുടെ അവൈലബിലിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഇവരുണ്ടെങ്കിൽ അത് ബുംറയ്ക്ക് കൂടെ ബൗൾ ചെയ്യുന്ന ഇപ്പോൾ ദിൽഷൻ മധുശങ്ക ആയാലും അതോടൊപ്പം തന്നെ നുവൻ തുഷാര ആണെങ്കിലും മികച്ച രീതിയിൽ ശ്രീലങ്കയ്ക്ക് വേണ്ടി പന്തെറിയുന്ന 2 താരങ്ങളാണ്. ഇവരും പ്ലേയിങ് 11 ഉൾപ്പെട്ടാൽ മുംബൈയുടെ ബൗളിംഗ് അറ്റാക്ക് വളരെ വലുത് തന്നെയായിരിക്കും. അപ്പോൾ ഇത് തന്നെ വളരെ സെറ്റായിട്ടുള്ളൊരു ടീം തന്നെയാണ്. കഴിഞ്ഞ സീസണിലെ മുംബൈയുടെ പ്രധാന പ്രശ്നം ഒരു മികച്ച ഓൾറൗണ്ടർ ഇല്ല എന്നുള്ളതും, അതുപോലെ ഒരു മികച്ച ബൗളർ, അതായത് ജസ്പ്രീത് ബുംറയെ പോലെ ഒരു ബൗളർ കഴിഞ്ഞ സീസണിൽ ഇല്ലാതിരുന്നതുമാണ് മുംബൈയുടെ ഏറ്റവും വലിയ പ്രശ്നമായി ഉണ്ടായിരുന്നത്. ആ 2 പോരായ്മകളും ഇത്തവണ പരിഹരിച്ചു. മുംബൈ ഉയർത്തുന്ന ബാറ്റിങ്ങിലെയും ബൗളിങ്ങിലെയും വെല്ലുവിളികളെ എന്തായാലും ഗുജറാത്ത് ടൈറ്റൻസ് അതിജീവിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം മുംബൈയുടെ ബാറ്റ് നിരക്ക് കഴിഞ്ഞ തവണയെല്ലാം ശക്തമായ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ടായിരുന്നു മുഹമ്മദ് ഷമിയുടെ അഭാവം ഗുജറാത്ത് ടൈറ്റൻസിന് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഗുജറാത്തിൻ്റെ ഇന്നത്തെ സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? ഗുജറാത്തിൻ്റെ സാധ്യതകൾ എന്നാൽ ഗുജറാത്തിൻ്റെ പ്രധാന പോരായ്മ ഉള്ളത് അവരുടെ 2 സീസണിൽ അവരെ ഫൈനലിലേക്ക് നയിച്ച നായകൻ ഇത്തവണ ഈ മുംബൈയുടെ കൂടെയാണ് എന്നുള്ളതാണ്. പകരം യുവതാരമായിട്ടുള്ള ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഇന്ത്യയുടെ പ്ലേയിങ് 11ലെ സ്ഥിര സാന്നിധ്യം, ടീം ഇന്ത്യയുടെ പ്ലേയിങ് 11ലെ സ്ഥിര സാന്നിധ്യമായ ശുഭ്മൻ ഗില്ലാണ് ഗുജറാത്തിനെ നയിക്കുന്നത് എന്നുള്ളതാണ്. അത് യുവതാരമാണ്. ഇതിനൊപ്പം ചേർത്തുകൊണ്ടുള്ള മറ്റൊരു കാര്യം കൂടി ഞാൻ ഒന്ന് പറയുകയാണ്. കാരണം ഈ ഒരു IPL സീസണിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ 10 നായകന്മാരിൽ 8 പേരും ഇന്ത്യയുടെ യുവതാരങ്ങളാണ് എന്നുള്ളതും ശ്രദ്ധേയകരമായ കാര്യമാണ്. നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. 2 താരങ്ങളാണ് അല്ലാത്തത്. ആ 2 താരങ്ങളിൽ ഒന്ന് ഫാഫ് ഡു പ്ലസീസും മറ്റൊന്ന് പാറ്റ് കമ്മിൻസുമാണ്. ഈ 2 താരങ്ങൾ ഒഴിച്ച് ബാക്കി 8 പേരും ഇന്ത്യയുടെ യുവതാരങ്ങളാണ്. അതായത് ഒരു ഭാവി ഇന്ത്യക്ക് വേണ്ടി ഭാവിയിൽ ഇന്ത്യയെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു യുവനിര ഇന്ത്യക്ക് വളർന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യം ഇതിനോട് കൂടെ ചേർത്ത് വായിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഇനി ഗുജറാത്തിലേക്ക് വന്നാൽ ശുഭ്മാൻ ഗില്ല് തന്നെയായിരിക്കും അവരുടെ ബാറ്റിങ്ങിലെ പ്രധാന തുറുപ്പ് ചീട്ട്. എന്തായാലും ഗില്ല് തന്നെയാണ്. അതിനൊപ്പം ഈ പറഞ്ഞ പോലെ T20യിൽ
വെടിക്കെട്ട് തീർക്കുന്ന ഡേവിഡ് മില്ലർ ടീമിൻ്റെ ഒപ്പമുണ്ട്. കെയിൻ വില്യംസൺ ടീമിൻ്റെ കൂടെയുണ്ട്. മാത്യു വെയ്ഡ് ഉണ്ട്. വൃദ്ധിമാൻ സാഹയുണ്ട്. വൃദ്ധിമാൻ സാഹ നമ്മൾ പലപ്പോഴും ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹം ഒരു ടെസ്റ്റ് പ്ലെയർ ആണ് എന്ന് എല്ലാവരും പറഞ്ഞിരുന്ന, T20ക്ക് യോജിച്ച പ്ലെയർ അല്ല എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹം കഴിഞ്ഞ 2 സീസണിൽ ഗുജറാത്തിന് വേണ്ടി തകർത്തടിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രകടനം ഗുജറാത്തിൻ്റെ ഈ വിജയങ്ങളിലൊക്കെ നിർണായകമാകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് വൃദ്ധിമാൻ സാഹ എന്ന് പറയുന്ന ഒരു താരം അവിടെയുണ്ട്. അദ്ദേഹം ഏത് സമയത്തും അപകടകാരിയാകാൻ സാധ്യതയുള്ളൊരു താരമാണ് വൃദ്ധിമാൻ സാഹയുണ്ട്. അതുപോലെ രാജസ്ഥാൻ റോയൽസിലായിരുന്നപ്പം ഏറ്റവും അധികം പഴി കേട്ട ഒരു താരമാണ് രാഹുൽ തെവാട്ടിയ. അദ്ദേഹം കഴിഞ്ഞ 2 സീസണിലും ഗുജറാത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ പല വിജയങ്ങളിലും നിർണായകമായ പ്രകടനം കാഴ്ചവെച്ചൊരു താരം കൂടിയാണ് രാഹുൽ തെവാട്ടിയ. അത് ഓൾറൗണ്ട് പ്രകടനം തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. പിന്നെ വിജയ് ശങ്കറെ പോലുള്ളൊരു ഓൾറൗണ്ടർ ടീമിൻ്റെ ഒപ്പം ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം നൂർ അഹമ്മദാണ്. അഫ്ഗാനിസ്ഥാൻ്റെ നൂർ അഹമ്മദ് ഗുജറാത്തിൻ്റെ കൂടെയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കെയിൻ വില്യംസൺ ഉണ്ട്. ഇതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മോഹിത് ശർമ്മ ടീമിൻ്റെ കൂടെയുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം തോന്നുന്നത് മുഹമ്മദ് ഷമിയുടെ ഒരു അഭാവം തന്നെയാണ്. ലോകകപ്പിലടക്കം ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് ഷമി, കാരണം അവർ ബൗളിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് മുഹമ്മദ് ഷമി ഉള്ളത് കൊണ്ട് മറ്റൊരു ബോളറെ ഓപ്ഷനിൽ എടുക്കണ്ട എന്നൊരു തീരുമാനം തന്നെ ആയിരുന്നു ഗുജറാത്തിനുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് അത് ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറുകയായിരുന്നു ഷമിയുടെ പരിക്ക്. കാരണം ഷമി ലോകകപ്പിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ഒരു മത്സരം പോലും കളിച്ചിട്ടില്ല. അദ്ദേഹം T20 ലോകകപ്പിലും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എന്ന് BCCI തന്നെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിനുള്ള IPL-നുള്ള അനുമതി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ശസ്ത്രക്രിയ പൂർത്തിയായി, എന്നിരുന്നാലും വിശ്രമത്തിലാണ് എന്ന് BCCI സെക്രട്ടറി ജയ്ഷാ തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് എന്തായാലും ഈ സീസൺ പൂർണ്ണമായും ഷമി ഉണ്ടാവില്ല. ഷമിക്ക് പകരമായി മലയാളി താരമായിട്ടുള്ള സന്ദീപ് വാര്യരെയാണ് ഗുജറാത്ത് ടീമിൽ എത്തിച്ചിട്ടുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ സന്ദീപ് കളിക്കൂ? അതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയാൻ സാധിക്കും. കാരണം ഈ പറഞ്ഞതുപോലെ ടീമിൻ്റെ ഒരു സന്തുലിത അവസ്ഥ കൃത്യമാക്കണം. പിന്നെ പല താരങ്ങളുടെയും അവൈലബിലിറ്റി ഒരു പ്രശ്നമുണ്ട്. പിന്നെ പല താരങ്ങളും വന്ന് ടീമിനൊപ്പം ചേർന്നതേ ഉള്ളൂ. വിദേശ താരങ്ങളൊക്കെ പലരും വന്ന് ടീമിൻ്റെ ഒപ്പം ചേർന്നതേ ഉള്ളൂ. ടീമൊന്നും സെറ്റാവാനുണ്ട്. പിന്നെ ഒരു മികച്ച ഇന്ത്യൻ ബൗളർ എന്നൊരു ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദീപ് വാര്യരെ ഇറക്കി പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം അവരുടെ ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപോലെ പ്രകടനം നടത്തുന്ന റാഷിദ് ഖാനെതിരെ ഒരു പ്രകടനമാണ്. കാരണം T20-യിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബുംറ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് പോലെ തന്നെ ബുംറ ബൗളിങ്ങിൽ മാത്രമാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു താരം കൂടിയാണ് റാഷിദ് ഖാൻ. അപ്പോൾ റാഷിദ് ഖാൻ്റെ ഒരു പ്രകടനം കൂടി ഗുജറാത്തിന് ഈ സീസൺ പൂർണ്ണമായും നിർണായകമാകും. പിന്നെ ഈ ലാസ്റ്റ് നടന്ന കുറച്ച് ഇപ്പം അഫ്ഗാനിസ്ഥാന് വേണ്ടിയുള്ള മത്സരങ്ങളാണെങ്കിലും പല ലീഗ് മത്സരങ്ങൾ, രാജ്യത്തെ പല T20 ലീഗ് മത്സരങ്ങളാണെങ്കിൽ പോലും അതിലൊന്നും റാഷിദ് ഖാൻ പലതിനും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ചില പരിക്കുകളുണ്ടായിരുന്നു. എന്നാൽ ആ പരിക്ക് മാറിയെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് റാഷിദ് ഖാൻ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായ ഉറപ്പില്ല. പക്ഷേ എന്നാലും റാഷിദ് ഖാനും കൂടി വരുമ്പോൾ ഒരു അപകടം നിറഞ്ഞ ഒരു ബോളിംഗ് നിര. കാരണം ഈ 4 ഓവർ റാഷിദ് ഖാൻ്റെ 4 ഓവറിൽ എന്തും സംഭവിക്കാം. വിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് അദ്ദേഹം റൺസ് വിട്ടുകൊടുക്കുന്നതിലും വളരെ പിശുക്ക് കാട്ടുന്നൊരു താരം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു റാഷിദ് ഖാൻ്റെ പ്രകടനവും എന്തായാലും നിർണായകമാകും. എന്തായാലും മുംബൈക്കെതിരെയുള്ള മത്സരത്തിൽ ഇറങ്ങുന്ന സമയത്ത് പോരാട്ടം തന്നെയായിരിക്കും ഇന്ന് അരങ്ങേറുക എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. തീർച്ചയായും ഒരു തീപാർന്ന പോരാട്ടം തന്നെ ആയിരിക്കും നടക്കുക. ഇതിൽ വന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഈ 1-2 പ്രശ്നങ്ങൾ കാരണം മുംബൈക്കാണ് മേൽക്കോയ്മ ഉണ്ടാവുക. കാരണം അത് മുംബൈക്ക് മേൽക്കോയ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് T20 ആണ്, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഏത് നിമിഷവും ഏത് മിനിറ്റിലും ഏത് സെക്കൻഡിലും കളി തിരിയാം, ഏത് ഓവറിലും ഏത് പന്തിലും കളി തിരിയാം. അതുകൊണ്ട് T20 ആണ്, നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞത് ഈ 1-2 കാര്യങ്ങളാണ്. കാരണം ഇവരെ സംബന്ധിച്ച് ഗുജറാത്തിനെ സംബന്ധിച്ച് അവരുടെ ബൗളിങ്ങിൽ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായിരുന്നു ഷമിയില്ല. കഴിഞ്ഞ സീസണുകളിൽ അവരെ നയിച്ച പാണ്ഡ്യയില്ല. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അവരുടെ ബുദ്ധി കേന്ദ്രം തന്നെയാണ്. അവരുടെ ഗുജറാത്തിനെ കഴിഞ്ഞ 2 സീസണിലും ഈ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി അവരുടെ പിന്നിൽ പ്രവർത്തിച്ചത് ആശിഷ് നെഹ്റ. അതുപോലെ തന്നെ ടീം ഇന്ത്യക്ക് 2018 വേൾഡ് കപ്പ് നേടി തന്ന ഗ്യാരി ക്രിസ്റ്റൻ അവരുടെ മെൻഡറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുവതാരങ്ങളെ അവരെങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ചിലപ്പോൾ വലിയ ടീമുകൾ കഴിഞ്ഞ ലോകകപ്പ് നമ്മൾ കണ്ടതാണ്, ബാറ്റിംഗ് ഓർഡറിലെ 8 പേരോ 9 പേരോ വരെ ബാറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടീമായിരുന്നു ഇംഗ്ലണ്ട്.
ആ ഇംഗ്ലണ്ട് പോലും ലോകകപ്പിൽ അതിവേഗം പുറത്താകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിക്കറ്റിൽ നമുക്കൊന്നും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പല വമ്പന്മാരെയും ചെറിയ ടീമുകൾ അട്ടിമറിക്കും. അഫ്ഗാനിസ്ഥാൻ്റെ പ്രകടനം നമ്മൾ കഴിഞ്ഞ ലോകകപ്പിൽ കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്തും സംഭവിക്കാം, പ്രത്യേകിച്ച് 2020 ആയതുകൊണ്ട് എന്തും സംഭവിക്കാം. ഓരോ ദിവസവും ഓരോ മത്സരങ്ങൾ ഓരോ താരങ്ങൾ ഉദിച്ചു വരട്ടെ, പുതിയ റെക്കോർഡുകൾ പിറക്കട്ടെ, ആളുകൾക്ക് ഒരു വലിയ എന്റർടൈൻമെന്റ് തന്നെ ആവട്ടെ ഈ IPL എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. സൺഡേ ആണ്, സൺഡേ ഫണ്ടേ ആയിരിക്കും ഇന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായും ഒരു വെടിക്കെട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിച്ച അവസാനം മുംബൈ ഗുജറാത്ത് പോരാട്ടത്തിൽ മുംബൈ ജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. IPL നിന്ന് തീ പാറുന്ന മത്സരങ്ങൾ തന്നെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആര് ജയിക്കും ആര് തോക്കും എന്ന് നമുക്ക് കണ്ടറിഞ്ഞ് തന്നെ കാണണം. ഇനിയിപ്പോ സൂപ്പർ ഓവർ പോലും ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ IPL വിശേഷങ്ങളുമായിട്ട് ജനം TV എന്താണെങ്കിലും ഉണ്ടാവും. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ജനം TVയുടെ സോഷ്യൽ മീഡിയ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കും.